ഹായ് ഹലോ, ഇന്ന് നല്ല മടിയുള്ള ദിവസമാട്ടോ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. ഇന്ന് ഹാഫിസിന് പതിവില്ലാണ്ട് നേരത്തെ പോകേണ്ടി വന്നു കേട്ടോ. ഹാഫിസ് പോയ പാടന്നെ മോനും എഴുന്നേറ്റു. സാധാരണ എല്ലാവരും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക ഒന്നല്ലെങ്കിൽ ടീ അല്ലെങ്കിൽ കോഫി വെച്ചിട്ടല്ലേ. പക്ഷേ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ കേട്ടോ. എനിക്കൊരു ഗ്ലാസ് വെള്ളം നിർബന്ധം. എനിക്ക് ടീയോ കോഫിയോ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഇന്ന് നല്ല മടിയുള്ള ദിവസമായതുകൊണ്ട് ഞാൻ ബ്രെഡും ക്രീം ചീസിലും ഒതുക്കി കേട്ടോ. യാലിക്കും അത് നല്ല ഇഷ്ടമാണ്. അവൻ അതും കഴിച്ചു, പിന്നെ ഒരു കപ്പ് കേക്കും കഴിച്ചു. പിന്നെ ഇന്ന് രാവിലെ ഞാനൊരു ഗ്ലാസ് മിൽക്കും കൊടുക്കാറുണ്ട് കേട്ടോ. ഇതവൻ നിർബന്ധമായിട്ട് ഞാൻ കൊടുക്കുന്ന കാര്യമാണ്. ഇത് രാവിലെ മാക്സിമം 2 നേരം കൊടുക്കാൻ നോക്കും, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് 1 നേരം കൊടുക്കാൻ നോക്കും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അതിനുശേഷം ഞാൻ ഇവനും കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ടോയ്സ് ഓർഗനൈസ് ചെയ്യാനുള്ളൊരു മെത്തേഡും കൂടിയാണ്, പ്ലസ് അവർക്കൊരു പസിലും മാതിരിയും കൂടിയാണ്. ഇതേമാതിരി ഓരോ ബോക്സിലും അതിൻ്റെ പേരും ടോയിൻ്റെ പേരും പിക്ചറും. ഇപ്പോൾ ആനിമൽസ് ആണെങ്കിൽ ആനിമൽസ് എന്ന് എഴുതി അതിൻ്റെ ഒരു പിക്ചറും. അപ്പോൾ അവന് എന്താ ചെയ്യുക വെച്ചാൽ ഓരോ ടോയ്സും അതിൻ്റെതായ ബോക്സിൽ കൊണ്ടുപോയിടും. ഇത് എപ്പോഴും ഇങ്ങനെ ചെയ്യാറില്ല, മിക്ക ദിവസവും അങ്ങനെ ചെയ്യില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ചെയ്യും. കണ്ടോ, ഞാൻ ഇതേമാതിരി എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും മോനെ കൂടെ കൂട്ടും കേട്ടോ. മാക്സിമം കൂടെ കൂട്ടാൻ നോക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒന്നെങ്കിൽ അതെനിക്ക് ഇരട്ടിപ്പണിയാവും, അല്ലെങ്കിൽ എനിക്കതൊരു ഹെൽപ്പാവും. നമ്മൾ ഇരട്ടിപ്പണിയാവും വിചാരിച്ച് അവരെ കൂട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും അത് പഠിക്കാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വയം ചെയ്യുമ്പോൾ നമ്മളതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സത്യം പറഞ്ഞാൽ അത് അവർ സെൽഫ് ലേൺ ചെയ്യാനാണ് പഠിക്കുന്നത്. നമ്മളതിനു വേണ്ടി ഒന്ന് പുഷ് ചെയ്താൽ മാത്രം മതി. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്തൊരു ഭാഗ്യം, മോനെല്ലാം ചെയ്തെടുക്കുന്നുണ്ടെന്ന്. ഞാനിതെല്ലാം വിരിച്ചതിന് ശേഷം ക്യാമറ ഓഫാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അവനെല്ലായിടത്തും താഴത്തേക്ക് ഇട്ടു കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് രണ്ടാമത് ആ പണി എടുക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവൻ ഗ്രാജ്വലി ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പഠിക്കല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. ലൈക്ക് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കുട്ടികൾക്ക് ഉണ്ടാവും. ആളെന്നെ ഹെൽപ്പ് ചെയ്ത് അവിടെ കച്ചറാക്കിയതിൻ്റെ ക്ഷീണമുണ്ടോ നിങ്ങൾ ഈ ആദ്യമൊക്കെ അവൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ചെയ്യാറ് കേട്ടോ. പിന്നെ മനസ്സിലായി അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ നമുക്കൊരിക്കലും റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവരെ കൂടെ മാക്സിമം വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റഡ് ആവട്ടോ. അതുകൊണ്ട് മക്കളുള്ള എല്ലാവരും എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മക്കളെ കൂട്ടി നമ്മൾ പണിയെടുക്കാൻ നോക്കുക. അതാകുമ്പോൾ അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയേ. പൊതുവെ ഞാൻ തന്നെ കേട്ടോ അവനക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാറ്. അവൻ സ്വന്തമായിട്ട് കഴിക്കാറില്ല. റൈസ് ആകുമ്പോൾ അവനക്ക് അത്ര ഇഷ്ടമല്ല. അവൻ ഇതേമാതിരി എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് കഴിച്ചോളും. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അവൻ ഉറങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.